ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ സാധാരണ ഒരു ആംപ്ലിഫയർ എങ്ങനെയാണ് സബ് ഊഫറിനൊക്കെ ഉപയോഗിക്കുന്ന സബ് ആംപ്ലിഫയർ ആക്കി മാറ്റുന്നതെന്നാണ് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലൊരു സബിൻ്റെ ഫിൽറ്റർ ബോർഡ് ഉപയോഗിക്കുകയാണെങ്കിൽ ഈ കാണുന്ന പോലത്തെ 5 വോൾട്ടിലൊക്കെ വർക്ക് ചെയ്യുന്ന ഇതുപോലുള്ള ചെറിയ ആംപ്ലിഫയർ ബോർഡ് പോലും നമുക്ക് സബ് ആംപ്ലിഫയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ ഈ ഒരു ചെറിയ ആംപ്ലിഫയർ ബോർഡ് ഉപയോഗിച്ചാൽ വലിയ സൗണ്ട് ഔട്ട്പുട്ട് ഒന്നും കിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ വർക്കിങ്ങും ഇതിൻ്റെ കണക്ഷൻസൊക്കെ എല്ലാവർക്കും മനസ്സിലാക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ബോർഡിൽ ചെയ്ത് കാണിച്ചേക്കുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ ഇതിൻ്റെ വർക്കിംഗ് ഒന്ന് കാണിച്ചു തരാം. അതുപോലെ ഞാനിവിടെ എടുത്തേക്കുന്ന ഈ ഒരു ചെറിയ ആംപ്ലിഫയർ ബോർഡ് ഇത് ലെഫ്റ്റ് റൈറ്റ് 2 ചാനൽ ഔട്ടുകളാണ്. ഇതിൻ്റെ 2 ചാനൽ ഔട്ടിൽ ഇപ്പം സബ് ഊഫർ ഔട്ട്പുട്ടാണ് വരുന്നത്. അപ്പോൾ ഈ കാണുന്ന പോലത്തെ സബിൻ്റെ ഫിൽറ്റർ ബോർഡ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഏതൊരു ആംപ്ലിഫയറും നമുക്ക് സബ് ആംപ്ലിഫയർ ആയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഈ ഒരു ബോർഡിൻ്റെ വർക്കിംഗ് ഈ ഒരു ബോർഡിലേക്ക് കിട്ടുന്ന ഓഡിയോ ഇൻപുട്ട് സിഗ്നൽ അത് ഫിൽറ്റർ ചെയ്ത് സബ് ഊഫറിന് ആവശ്യമായിട്ടുള്ള ഫ്രീക്വൻസി ഔട്ട്പുട്ട് മാത്രമാണ് ഈ ഒരു ഫിൽറ്റർ ബോർഡിൻ്റെ ഔട്ട്പുട്ടിലേക്ക് കിട്ടും. അതായത് മറ്റുള്ള സൗണ്ടുകളെല്ലാം കട്ട് ചെയ്ത് ബാസ് മാത്രമാണ് ഈ ഒരു ബോർഡിൻ്റെ ഔട്ട്പുട്ടിലൂടെ നമുക്ക് കിട്ടും. അതായത് ഇതുപോലുള്ള ഒരു USB പ്ലെയറിൽ നമ്മൾ ഈ കാണുന്ന പോലത്തെ ഒരു ആംപ്ലിഫയർ ബോർഡ് കണക്ട് ചെയ്ത് ഉപയോഗിക്കുകയാണെങ്കിൽ ഇതിൽ പ്ലേ ചെയ്യുന്ന ആ ഒരു പാട്ടിലെ എല്ലാ സൗണ്ടുകളും ഈ ഒരു ആംപ്ലിഫയർ ബോർഡിൻ്റെ ഔട്ടിൽ കണക്ട് ചെയ്തേക്കുന്ന സ്പീക്കറിൽ വരും. അപ്പോൾ USB പ്ലെയറിൻ്റെയും ആംപ്ലിഫയർ ബോർഡിൻ്റെയും ഇടയിലായിട്ട് ഈ കാണുന്ന പോലത്തെ ഒരു സബിൻ്റെ ഫിൽറ്റർ ബോർഡ് ഉപയോഗിക്കുകയാണെങ്കിൽ സബ് ഊഫറിന് ആവശ്യമായിട്ടുള്ള ബാസ് ഫ്രീക്വൻസി മാത്രമാണ് ഈ ഒരു ബോർഡിലൂടെ ആംപ്ലിഫയർ ബോർഡിൻ്റെ ഇൻപുട്ടിലേക്ക് കിട്ടും. അപ്പോൾ ഇത് എല്ലാവർക്കും മനസ്സിലാക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇത്രയും വലിച്ചു നീട്ടി പറയുന്നത്. അപ്പോൾ സബിൻ്റെ ഇതുപോലുള്ള ഫിൽറ്റർ ബോർഡ് ഇത് പലതരത്തിലുള്ളതുകൊണ്ട് ഞാനിവിടെ എടുത്തേക്കുന്ന ഈ ഒരു ബോർഡ് 12 വോൾട്ട് സിംഗിൾ പവറിൽ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാനിവിടെ വാങ്ങിയേക്കുന്ന ഈ ഒരു ബോർഡിന് 120 രൂപയാണ്. അതായത് ഇതുപോലുള്ള ബോർഡുകൾ 80 രൂപ മുതലുള്ള ബോർഡുകൾ കിട്ടും. ഞാൻ ഈ ഒരു സബിൻ്റെ ഫിൽറ്റർ ബോർഡ് വാങ്ങിയത് തൊടുപുഴയിലുള്ള കിഷോർ ഓഡിയോസ് എന്ന് പറഞ്ഞ ഷോപ്പിൽ നിന്നാണ്. ഈ കാണുന്ന എല്ലാം പലതരത്തിലുള്ള സബിൻ്റെ പല വോൾട്ടുകളിലുള്ള ഫിൽറ്റർ ബോർഡുകളാണ്. അപ്പോൾ ഞാനിവിടെ ഈ ഒരു 12 വോൾട്ട് സിംഗിൾ പവറിൽ വർക്ക് ചെയ്യുന്ന ഈ ഒരു ബോർഡ് മേടിക്കാനുള്ള കാരണം ഈ ഒരു ബോർഡ് ആകുമ്പോൾ ഏകദേശം ഒരു 3.5 വോൾട്ട് മുതൽ 12 വോൾട്ടിനിടയിലുള്ള പവർ സപ്ലൈയിൽ വർക്ക് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫിൽറ്റർ ബോർഡിൻ്റെ കൂടെ നമുക്ക് 5 വോൾട്ടിൻ്റെ ആംപ്ലിഫയർ ബോർഡ് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി അടുത്തായിട്ട് ഈ ഒരു ബോർഡിൻ്റെ കണക്ഷൻ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. അപ്പോൾ ഈ കാണുന്ന ഈ 2 പോയിന്റിലേക്കാണ് ഈ ഒരു ബോർഡ് വർക്ക് ചെയ്യാനുള്ള പവർ സപ്ലൈ കണക്ട് ചെയ്യേണ്ടത്. DC ആണ് കണക്ട് ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ ഈ ഒരു ബോർഡിലേക്ക് പവർ സപ്ലൈ കണക്ട് ചെയ്യാനുള്ള എൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് ഇത് കണക്ട് ചെയ്യാനുള്ള മാർക്കിംഗ് ഒന്നും ഈ ഒരു ബോർഡിലില്ല. ഈ ഒരു ബോർഡിൻ്റെ അടിവശം നോക്കുവാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പോസിറ്റീവ് നെഗറ്റീവ് ആണ്. കപ്പാസിറ്റി ഫിൽറ്റർ കപ്പാസിറ്റി കണക്ട് ചെയ്തേക്കേണ്ടത് നോക്കി കണ്ടുപിടിച്ചാൽ മതി. അതുപോലെ എല്ലാ ബോർഡുകളിലും ഇങ്ങനെ ആയിരിക്കില്ല. മിക്ക ബോർഡുകളിലും മാർക്കിംഗ് കാണും പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ. അതുപോലെ ഇങ്ങനെയുള്ള സബിൻ്റെ ഫിൽറ്റർ ബോർഡ് കൂടുതലായിട്ടും കിട്ടുന്ന ഡുവൽ പവറിൽ വർക്ക് ചെയ്യുന്നതാണ്. 18 വോൾട്ടിലൊക്കെ വർക്ക് ചെയ്യുന്നു. അതുപോലെ 27 വോൾട്ടിലൊക്കെ വർക്ക് ചെയ്യുന്ന ബോർഡുകളാണ് കൂടുതലായിട്ടും കിട്ടുന്നത്. പിന്നെ ഈ കാണുന്ന ഈ ഒരു 3 പോയിന്റിലേക്കാണ് ഈ ഒരു ബോർഡിലേക്കുള്ള ഓഡിയോ ഇൻപുട്ട് കൊടുക്കേണ്ടത്. അതായത് USB പ്ലെയറിൻ്റെയൊക്കെ ഓഡിയോ ഔട്ട് കണക്ട് ചെയ്യേണ്ടത്. ഈ ഒരു 3 പോയിന്റിൽ ഈ ഒരു സെൻട്രൽ പോയിന്റാണ് ലെഫ്റ്റ് റൈറ്റ് ഓഡിയോ ഇൻപുട്ടിൻ്റെ ഗ്രൗണ്ട്, അതായത് നെഗറ്റീവ്. മുകളിലും താഴെയുള്ള ഈ 2 പോയിന്റിലേക്ക് ലെഫ്റ്റ് റൈറ്റ് ഓഡിയോ ഇൻപുട്ട് കണക്ട് ചെയ്യുക. അതായത് USB പ്ലെയറിൻ്റെ ഓഡിയോ ഔട്ടിൻ്റെ ലെഫ്റ്റ് റൈറ്റ് കണക്ട് ചെയ്യുക. അതുപോലെ ഇത് സ്റ്റീരിയോ ബോർഡൊന്നുമല്ല, ഇത് മോണോ ബോർഡാണ്. പിന്നെ ഈ കാണുന്ന ഈ 2 പോയിന്റ് ഇതിൽ നിന്നാണ് ഈ ഒരു ബോർഡിൻ്റെ ഔട്ട്പുട്ട് കിട്ടുന്നത്. ഈ ഒരു ഔട്ട്പുട്ടാണ് നമ്മൾ വേറെ ആംപ്ലിഫയർ ബോർഡിൻ്റെ ഓഡിയോ ഇന്നിലേക്ക് കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു ഓഡിയോ ഔട്ട്പുട്ടും പോസിറ്റീവ് നെഗറ്റീവ് ഒന്നും മാർക്കിംഗ് ഇല്ലാത്തതുകൊണ്ട് ഈ ഒരു ബോർഡിൻ്റെ പുറകുവശം നോക്കേണ്ടി വരും. ഈ ഒരു ബോർഡിൻ്റെ പവർ സപ്ലൈ ഓഡിയോ ഔട്ട് ഓഡിയോ ഇന്ന് ഇതിനെല്ലാം കോമൺ ആയിട്ട് ഒരു ഗ്രൗണ്ട് തന്നെയാണ്. പിന്നെ ഈ ഒരു ബോർഡിൽ കാണുന്ന ഈ ഒരു പ്രീസെറ്റ് ഇത് ഈ ഒരു ബോർഡിൻ്റെ ഓഡിയോ ഔട്ടിൻ്റെ വോളിയം കൺട്രോളറാണ്. അപ്പോൾ ഈ ഒരു പ്രീസെറ്റ് മാറ്റി നമുക്ക് ഇതിലേക്ക് വേണമെങ്കിൽ വോളിയം കൺട്രോളും കണക്ട് ചെയ്യാം 20K. അതുപോലെ ചില ഫിൽറ്റർ ബോർഡുകളിൽ 2 വോളിയം കൺട്രോൾ പോലെ കാണും. ഒന്ന് ഫ്രീക്വൻസി കൺട്രോൾ ചെയ്യാനും ഒന്ന് വോളിയം കൺട്രോൾ ചെയ്യാനൊക്കെ ആയിരിക്കും. ഞാനിവിടെ എടുത്തേക്കുന്ന ഈ ഒരു ബോർഡിൽ വോളിയം കൺട്രോളർ മാത്രമേ ഉള്ളൂ. ഫ്രീക്വൻസി നമുക്ക് ചേഞ്ച് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഈ ഒരു ബോർഡിലെ പ്രീസെറ്റ് അതായത് ഈ ഒരു വേരിയബിൾ റെസിസ്റ്റർ മാറ്റിയിട്ട് നമുക്ക് ഇതിലേക്ക് വോളിയം കൺട്രോൾ കണക്ട് ചെയ്യാം വേണമെങ്കിൽ. അപ്പോൾ അതൊക്കെ നമ്മൾ പിന്നീടുള്ള വീഡിയോയിൽ ചെയ്ത് കാണിക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യമേ ഇത് കണക്ട് ചെയ്ത് ചെക്ക് ചെയ്ത് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു 12 വോൾട്ടിൻ്റെ ആംപ്ലിഫയർ ബോർഡിലാണ്. അതുപോലെ സബിൻ്റെ ഫിൽറ്റർ സെക്ഷൻ ഇല്ലാത്ത ഇതുപോലുള്ള സാധാരണ ആംപ്ലിഫയർ ബോർഡിൽ മാത്രമാണ് ഇങ്ങനത്തെ സബിൻ്റെ ഫിൽറ്റർ ബോർഡ് ഉപയോഗിക്കേണ്ടതുള്ളൂ. സബിൻ്റെ ഫിൽറ്റർ സെക്ഷനും ഇൻബിൽറ്റ് ആയിട്ട് വരുന്ന ആംപ്ലിഫയർ ബോർഡുകൾ മേടിക്കാൻ കിട്ടും. അപ്പോൾ ഈ ഒരു ബോർഡിൻ്റെ കണക്ഷൻ ഈ കാണുന്നത് 12 വോൾട്ട് പവർ സപ്ലൈയുടെ പോസിറ്റീവ് നെഗറ്റീവ് ആണ്. പിന്നെ ഈ കാണുന്ന ഈ 2 പോയിന്റ് ഇത് ഓഡിയോ ഇൻപുട്ടാണ്. പിന്നെ ഈ കാണുന്ന ഈ 2 പോയിന്റ് ഇതാണ് സ്പീക്കർ ഔട്ട്പുട്ട്. അപ്പോൾ ഞാനിവിടെ ഈ ഒരു സബിൻ്റെ ഫിൽറ്റർ ബോർഡിൽ പവർ സപ്ലൈ കണക്ട് ചെയ്യാനായിട്ട് 2 വയർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു ആംപ്ലിഫയറിൻ്റെ പവർ സപ്ലൈയും ഈ ഒരു ഫിൽറ്റർ ബോർഡിൻ്റെ പവർ സപ്ലൈ ഇത് രണ്ടും കൂടി ഒരുമിച്ച് ജോയിൻ ചെയ്യാനുള്ളതാണ്. അങ്ങനെ ഇപ്പോൾ നമ്മൾ ഈ ഒരു ഫിൽറ്റർ ബോർഡും ഈ ഒരു ആംപ്ലിഫയർ ബോർഡും ഇതിൻ്റെ രണ്ടിനെയും പവർ സപ്ലൈ ഒരുമിച്ച് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് ഈ ഒരു സബിൻ്റെ ഫിൽറ്റർ ബോർഡിൻ്റെ ഓഡിയോ ഔട്ട് ഈ ഒരു ആംപ്ലിഫയർ ബോർഡിൻ്റെ ഓഡിയോ ഇന്നിലേക്ക് കണക്ട് ചെയ്യണം. ഇപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്ന ഈ ഒരു ഫിൽറ്റർ ബോർഡിൽ ഒരു വോളിയം കൺട്രോൾ വരുന്നുണ്ട് ഔട്ട്പുട്ടിൻ്റെ ഈ ഒരു സെക്ഷനിൽ. എല്ലാ ഫിൽറ്റർ ബോർഡുകളിലൊന്നും അങ്ങനെ ഉണ്ടാവണമെന്നില്ല. ഇനി അങ്ങനെ ഇല്ലാത്ത ബോർഡുകളിൽ എങ്ങനെയാണ് വോളിയം കൺട്രോൾ കണക്ട് ചെയ്യേണ്ടതെന്നും കൂടി കാണിച്ചു തരാം. അതിനായിട്ട് ഞാനിവിടെ ഈ ഒരു ഫിൽറ്റർ ബോർഡിൻ്റെ ഔട്ട്പുട്ടിൽ 2 വയർ കണക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ആംപ്ലിഫയർ ബോർഡിൻ്റെ ഇൻപുട്ടിൽ നമ്മൾ 2 വയർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിന് ഇടയിലായിട്ടാണ് വോളിയം കൺട്രോൾ കണക്ട് ചെയ്യേണ്ടത്. ഫിൽറ്റർ ബോർഡിൻ്റെ ഓഡിയോ ഔട്ടിൻ്റെ നെഗറ്റീവ് ഈ ഒരു വോളിയം കൺട്രോളിൻ്റെ 1ാമത്തെ പിന്നിൽ കണക്ട് ചെയ്യുക. ഫിൽറ്റർ ബോർഡിൻ്റെ ഓഡിയോ ഔട്ടിൻ്റെ പോസിറ്റീവ് വോളിയം കൺട്രോളിൻ്റെ 3ാമത്തെ പിന്നിൽ കണക്ട് ചെയ്യുക. ഇനി അടുത്തായിട്ട് ആംപ്ലിഫയർ ബോർഡിൻ്റെ ഓഡിയോ ഇൻപുട്ടിൻ്റെ നെഗറ്റീവ് അതും വോളിയം കൺട്രോളിൻ്റെ 1ാമത്തെ പിന്നിൽ കണക്ട് ചെയ്യുക. ഗ്രൗണ്ട് നെഗറ്റീവ് എല്ലാം സെയിം ആണ്, അതുകൊണ്ടാണ് 1ാമത്തെ പിന്നിൽ തന്നെ കണക്ട് ചെയ്യുന്നത്. ഇനി അടുത്തായിട്ട് ആംപ്ലിഫയർ ബോർഡിൻ്റെ ഓഡിയോ ഇന്നിൻ്റെ പോസിറ്റീവ് അത് ഈ ഒരു വോളിയം കൺട്രോളിൻ്റെ സെൻട്രൽ പിന്നിൽ കണക്ട് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ വോളിയം കൺട്രോളിൻ്റെ കണക്ഷൻ.
ഇനി അടുത്തായിട്ട് ഈ കാണുന്ന ഈ 3 പോയിന്റ് ഇതിലേക്കാണ് ഓഡിയോ ഇൻപുട്ട് കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ USB പ്ലെയറിൻ്റെ ഓഡിയോ ഔട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് USB പ്ലെയറിൻ്റെ ഓഡിയോ ഔട്ടിൻ്റെ ലെഫ്റ്റ് റൈറ്റ് ഒന്നാമത്തെയും മൂന്നാമത്തെയും പിന്നിലേക്ക് കണക്ട് ചെയ്യുക. അത് ഏതിലേക്ക് കണക്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല, രണ്ടും സെയിം തന്നെയാണ്. ഇത് മോണോ ബോർഡ് ആയതുകൊണ്ട് ഈ ഒരു സെൻറ്ററിലെ പോയിന്റിലേക്ക് USB പ്ലെയറിൻ്റെ ഓഡിയോ ഔട്ടിൻ്റെ ഗ്രൗണ്ട് നെഗറ്റീവ് കണക്ട് ചെയ്യുക. ഞാനിന്ന് ഈ ഒരു ബോർഡിലേക്ക് മൊബൈൽ ഫോണിൻ്റെ ഇയർഫോൺ ഔട്ടാണ് കണക്ട് ചെയ്യാൻ പോകുന്നത്. അതുപോലെ നമുക്ക് ഈ ഒരു ബോർഡിലെ ലെഫ്റ്റ് റൈറ്റ് ഓഡിയോ ഇൻപുട്ടിൻ്റെ ഇത് നമുക്ക് വേണമെങ്കിൽ ഷോർട്ട് ചെയ്ത് ഉപയോഗിക്കാം. USB പ്ലെയർ ഒക്കെ കണക്ട് ചെയ്യുന്ന സമയത്ത് പോലെ ലെഫ്റ്റ് റൈറ്റ് ചെയ്ത് ഒരുമിച്ച് ഇങ്ങനെ ഷോർട്ട് ചെയ്ത് കൊടുക്കരുത്. ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ പിന്നീടുള്ള വീഡിയോയിൽ ഉൾപ്പെടുത്താം. ഇന്ന് ഈ ഒരു ബോർഡിൻ്റെ വർക്കിംഗ് മാത്രം നമ്മൾ ജസ്റ്റ് പരിചയപ്പെടുത്തുന്നേ ഉള്ളൂ. അതുപോലെ ഇപ്പം ഞാൻ ഈ ഒരു ഫിൽറ്റർ ബോർഡിൻ്റെ ഓഡിയോ ഇൻപുട്ടിലേക്ക് ഒരു ഇയർഫോൺ പിന്ന് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് ഈ ഒരു ആംപ്ലിഫയർ ബോർഡിൻ്റെ സ്പീക്കർ ഔട്ടിൽ ഒരു സബ്വൂഫർ ഒരെണ്ണം കണക്ട് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഫൈനലായിട്ട് ഈ രീതിയിലാണ് ഇതിനകത്ത് ഈ ഒരു പിന്ന് ഇത് പവർ സപ്ലൈ കണക്ട് ചെയ്യാനുള്ള 12 വോൾട്ട് ഒന്ന് ഫോൺ കണക്ട് ചെയ്യാനുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ എല്ലാം കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു സൗണ്ട് ഔട്ട്പുട്ട് കൂടി ഒന്ന് ചെക്ക് ചെയ്ത് കേൾപ്പിക്കാം. ഇനി അടുത്തായിട്ട് നമുക്ക് ഈ കാണുന്ന ഒരു 5 വോൾട്ടിൻ്റെ ആംപ്ലിഫയർ ബോർഡിൽ നിന്ന് ഈ ഒരു ഫിൽറ്റർ ബോർഡിലേക്ക് കണക്ട് ചെയ്ത് നോക്കാം വർക്ക് ചെയ്യുമെന്ന്. ഈ കാണുന്ന ഒരു 3.7 വോൾട്ടിൻ്റെ ലിഥിയം ബാറ്ററിയിൽ വർക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അടുത്തായിട്ട്. അപ്പോൾ ഇത് ചെയ്ത് കാണിക്കാൻ എളുപ്പത്തിനായിട്ട് ഞാൻ ഈ ഒരു ബാറ്ററി കേസിൽ ഈ ഒരു ആംപ്ലിഫയർ ബോർഡും പിന്നെ ഈ ഒരു ഫിൽറ്റർ ബോർഡും ഇത് രണ്ടും കൂടെ ഗ്ലൂ ഗൺ വെച്ച് ഒട്ടിച്ചെടുക്കുവാണ്. അങ്ങനെ ഇപ്പോൾ 2 ബോർഡും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ ഞാൻ ഈ ഒരു ഫിൽറ്റർ ബോർഡിൻ്റെയും ഈ ഒരു ആംപ്ലിഫയർ ബോർഡിൻ്റെയും പവർ സപ്ലൈ ഒരുമിച്ച് കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ആംപ്ലിഫയർ ബോർഡിലേക്ക് നമുക്ക് മാക്സിമം 5 വോൾട്ട് വരെയാണ് കൊടുക്കാൻ പറ്റുള്ളൂ. അതുപോലെ ഈ ഒരു ഫിൽറ്റർ ബോർഡ് വർക്ക് ചെയ്യാൻ 12 വോൾട്ട് സപ്ലൈ തന്നെ വേണമെന്നില്ല, നമുക്കൊരു 3.5 വോൾട്ട് മുതൽ വർക്ക് ചെയ്യാനും പറ്റും. ഇനി അടുത്തായിട്ട് നമ്മൾ ഈ ഒരു ഫിൽറ്റർ ബോർഡിൻ്റെ ഓഡിയോ ഔട്ട് നമ്മൾ ഈ ഒരു ആംപ്ലിഫയർ ബോർഡിൻ്റെ ഓഡിയോ ഇന്നിലേക്ക് കണക്ട് ചെയ്യാൻ പോവുകയാണ്. അതുപോലെ ഈ ഒരു ആംപ്ലിഫയർ ബോർഡ് ഇത് ലെഫ്റ്റ് റൈറ്റ് 2 ചാനൽ സ്പീക്കർ ഔട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു ആംപ്ലിഫയർ ബോർഡിൻ്റെ ഓഡിയോ ഇൻപുട്ട് 2 ഞാൻ പാരലായിട്ട് കണക്ട് ചെയ്യാൻ പോവുകയാണ്. ലെഫ്റ്റ് റൈറ്റ് ഇത് ഒരുമിച്ച് ആക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ കാണുന്ന പോലെ ലെഫ്റ്റ് റൈറ്റ് ഇത് രണ്ടും കൂടി ഒരുമിച്ച് ഷോർട്ട് ചെയ്ത് കണക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ വേണമെങ്കിൽ നമുക്കിത് വേറെ രീതിയിലും ചെയ്യാൻ പറ്റും. ഇതിനകത്ത് നമുക്ക് ഒരു ചാനൽ സബ്വൂഫർ ഔട്ടും ഒരു ചാനൽ സ്പീക്കർ ഔട്ടും ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഞാനിപ്പോൾ ഇവിടെ 2 ചാനലും സബ്വൂഫർ ഔട്ടായിട്ട് എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫിൽറ്റർ ബോർഡിൻ്റെ ഓഡിയോ ഔട്ട്പുട്ടിൻ്റെ പോസിറ്റീവ് അത് നമ്മൾ ഈ ഒരു ആംപ്ലിഫയർ ബോർഡിൻ്റെ ഓഡിയോ ഇൻപുട്ടിൻ്റെ പോസിറ്റീവിലേക്ക് കണക്ട് ചെയ്യുന്നു. അടുത്തതായിട്ട് ഫിൽറ്റർ ബോർഡിൻ്റെ ഓഡിയോ ഔട്ടിൻ്റെ നെഗറ്റീവ് അത് നമ്മൾ ആംപ്ലിഫയർ ബോർഡിൻ്റെ ഓഡിയോ ഇന്നിൻ്റെ നെഗറ്റീവിലേക്ക് കണക്ട് ചെയ്യുവാണ്, അതായത് ഗ്രൗണ്ട് ഇതിലേക്ക് കണക്ട് ചെയ്യുവാണ്. അതുപോലെ അടുത്തതായിട്ട് ഞാൻ ഈ ഒരു ആംപ്ലിഫയർ ബോർഡിൻ്റെ സ്പീക്കർ ഔട്ട്പുട്ടിൻ്റെ ഒരു ചാനലിൽ 2 വയർ കണക്ട് ചെയ്തിട്ടുണ്ട് ബൂഫറിലേക്ക് കണക്ട് ചെയ്യാനായിട്ട്. ഇനി അടുത്തതായിട്ട് ചെയ്യാനുള്ളത് നമ്മൾ ഈ ഒരു ആംപ്ലിഫയർ ബോർഡിൻ്റെ പവർ സപ്ലൈയിൽ നമ്മൾ 2 വയർ നേരത്തെ കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ 2 വയർ നമുക്ക് ഈ ഒരു ബാറ്ററി കേസിലുള്ള പോസിറ്റീവിലേക്കും നെഗറ്റീവിലേക്കും കണക്ട് ചെയ്താൽ മതി. അതുപോലെ ഇത് വർക്ക് ചെയ്യാനുള്ള 3.7 വോൾട്ടിൻ്റെ ലിഥിയം ബാറ്ററി നമ്മൾ ഈ ഒരു ബാറ്ററി കേസിൽ ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ നമ്മൾ ഈ ഒരു ആംപ്ലിഫയർ ബോർഡിൻ്റെ ഔട്ടിൽ നമ്മൾ ബൂഫർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചെക്ക് ചെയ്ത് കൂടി ഒന്ന് കേൾപ്പിക്കാം. ആദ്യമേ നമ്മൾ ഈ ഒരു ആംപ്ലിഫയർ ബോർഡിൻ്റെ വോളിയം ഫുള്ളായിട്ട് കൂട്ടിയിട്ട് വലിയൊരു സൗണ്ട് ഔട്ട്പുട്ട് കിട്ടാഞ്ഞിട്ട് നമ്മൾ ഈ ഒരു ഫിൽറ്റർ ബോർഡിലുള്ള ഒരു വോളിയം കൺട്രോളിൻ്റെ പ്രീസെറ്റ് ഇത് നമ്മൾ ഫുള്ളായിട്ട് ഇട്ട് കഴിഞ്ഞിട്ടാണ് അത്യാവശ്യം നല്ലൊരു സൗണ്ട് ഔട്ട്പുട്ട് കിട്ടിയത്. കോപ്പിറൈറ്റ് പ്രശ്നങ്ങൾ കാരണമാണ് അധികം നേരം പാട്ട് പ്ലേ ചെയ്ത് കേൾപ്പിക്കാത്തത്. അപ്പോൾ ഇതുപോലൊരു സബിൻ്റെ ഫിൽറ്റർ ബോർഡ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലുള്ള ഏത് ആംപ്ലിഫയർ ബോർഡും നമുക്ക് സബ് ആംപ്ലിഫയർ ആയിട്ട് മാറ്റിയെടുക്കാൻ പറ്റും. ഈ കാണുന്ന ഈ ഒരു ചെറിയ ആംപ്ലിഫയർ ബോർഡ് ഇതൊരു ചാനൽ 5 വാട്ട് സൗണ്ട് ഔട്ട്പുട്ടാണ് കിട്ടുള്ളൂ. അതിലിപ്പോൾ നമ്മളിവിടെ ഉണ്ടാക്കിയെടുത്തേക്കുന്ന ഈ കാണുന്നത് 3.7 വോൾട്ടിൽ വർക്ക് ചെയ്യുന്ന സബ് ആംപ്ലിഫയർ ആണ്. ഇതിൻ്റെ കൂടെ ഈ ഒരു ബാറ്ററി തന്നെ നമുക്കൊരു USB പ്ലെയറും വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊക്കെ നമ്മൾ അടുത്തൊരു വീഡിയോയിൽ ചെയ്ത് കാണിക്കാം. അതുപോലെ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്താൽ മതി, അടുത്ത വീഡിയോയിൽ പരിഹരിക്കാം. ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഈ ഒരു ഫിൽറ്റർ ബോർഡിൻ്റെ ഒരു വർക്കിംഗ് ഇത് മനസ്സിലാക്കി തരിക എന്ന് മാത്രമാണ് ഉദ്ദേശിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.